ಇವರು ಪೆಂಡಿಂಗ್ പഠിപ്പാട്ടാകಂತ ಇವರು ഓൺലൈൻ സിസ്റ്റം അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാർ നിരന്തരമായിട്ട് എല്ലാ നാളും അള്ളാഹുടെ ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു അവകാശ ಇದರ മുഖാന്തര കെട്ടിയെടുക്കുന്നത് അതൊരു വലിയ സന്തോഷത്തെ ഭാഗമായിട്ടിക്കണ്. അള്ളാഹു ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കുകയും പഠിച്ചതുപോലെ നമുക്ക് അമലാക്കും അള്ളാഹു താല തൗഫീഖും ഭാഗ്യവും അള്ളാഹു താല യാറാക്കി തരുമാറാകട്ടെ. ഇൽമു ചെണ്ടത് ഒരു മുഅ്മിനെ അപേക്ഷിച്ചിട്ട് ചെല്ലെങ്കിൽ അവനക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്വത്തായിട്ടിക്കട് ഇൽമു ചെണ്ടത്. ആ സ്വത്തു എവിടെ കിട്ടിയെങ്കിലും അതിനെ നഷ്ടപ്പെട്ട ഏതൊരു വസ്തു ഞങ്ങളെ കയ്യില് ഒരു 10 രൂപയുടെ ചെറിയ ഒരു ക്യാഷ് ആയെങ്കിലും ഞങ്ങളത് നമുക്ക് ഉറപ്പുള്ള ഒരു പൈസ നഷ്ടപ്പെട്ട് പോയിട്ട് കണ്ടെങ്കിൽ അത് കിട്ടുമ്പോ അതൊരു ചെറിയ പൈസ ആയെങ്കിലും നമുക്ക് വലിയൊരു സന്തോഷ, മനസ്സുക്ക് വലിയൊരു റാഹത്താവും. കാരണം നഷ്ടം ഉണ്ടായില്ലല്ലേ എന്നതുപോലെ ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിട്ട് ഒരു മുഅ്മിനത്തിനെ അപേക്ഷിച്ചിട്ട് അവനക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്തുകളെ കൂട്ടത്തിൽ ഒരു സ്വത്തായിട്ടിക്കടെ ഇൽമു ചെണ്ടത്. അതിലെ മഹത്വ ചെന്നെങ്കിൽ ചെന്ന് തീർക്കാത്തത്ര മഹത്വങ്ങളെല്ലാം ഉണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെണ്ടതായ ഒരുപാട് ഹദീസുകൾ മഹാന്മാർ തങ്ങളെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായിട്ട് കണ്ടു. ഒരാൾ ഒരു ഇൽമു പഠിപ്പിടെ തെരുളു പ്രവേശിച്ചിട്ട് കണ്ടെങ്കിൽ അവന് പിന്നെ അള്ളാഹുടെ മാർഗത്തിൽ ഉള്ളോണ്ട പോലെ ആ ഒരു ഇൽമു പഠിക്കുന്നതിൽ നിന്നിട്ട് വിരാമ ಹೊಂದಿರೋಡ್ತೋಲು ಅವನು അള്ളാഹുടെ റൂട്ടിലും അള്ളാഹുടെ മാർഗത്തിൽ പ്രവേശിച്ചോണ്ട പോലായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെണ്ടത്. ഇമാം തിർമിദി, ഇമാം ദാരിമി തങ്ങളെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നിട്ട് റിപ്പോർട്ടാക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇൽമു ചെണ്ടത് വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് കിട്ടും. അതിലെ മഹത്വങ്ങൾ, അതിലെ ശ്രേഷ്ഠതകൾ ചെന്ന് തീർക്കുക സാധ്യയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടുകു അല്ലാഹു തആല ദുനിയാവുടെ ഒരു വിഷയവും അല്ലാഹു തആല അത് കേൾക്കുറു നബിയെ, ഇത് കേൾക്കുറു നബിയെ, അത് നിങ്ങൾ തല്ലി യാറെ കേൾക്കുറു നബിയെ ഇട്ട് അല്ലാഹു തആല ഒരു വിഷയത്തെ ബഗ്ഗയും ഹബീബായ തങ്ങളൊട്ടുകു ചെന്നിട്ടില്ല. അല്ലാഹു തആല ഒരു വിഷയത്തെ വർധനവും ഇത് ഇൻക്രീസ് ആയി കിട്ടുക വേണായിട്ട് നിങ്ങ നണ്ടൊട്ടുകു റിക്വസ്റ്റ് ആക്കുറു ദ്വാർക്കുറു അല്ലാഹു ചെന്നതായ ഒരേ ഒരു കാര്യ അത് ഇൽമാണ്. പിന്നെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചൊല്ല വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബിയെ നിങ്ങൾ ചൊല്ലണു അല്ലാഹുവേ നക്ക് നീന് ഇൽമുടെ നീന് യാറാക്കി തരണു ചെന്നിട്ട് നിങ്ങൾ ദ്വാർക്കുണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചൊല്ല. ഇൽമു പഠിച്ച ആളുമാർക്ക്, ഇൽമു പഠിച്ച അഹ്ലുകാർക്ക് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനമാണ്. സൂറത്തുൽ മുജാദല അതിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ല യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു പഠിച്ച ആളുമാർക്ക് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല കൊടുക്കടാ. മാത്രമല്ല പിന്നെ സ്വർഗ പ്രവേശനത്തിന് ഏറ്റവും ഈസിയസ്റ്റ് ആയ ഒരു ബൈപ്പാസ് റോഡ് ഏത് കേട്ടെങ്കിൽ അത് അള്ളാഹുടെ നൂറായ ഇൽമു പഠിക്കലാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കട ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാള് ഇൽമു പഠിക്കുന്ന തെരുളു ഒരാൾ പ്രവേശം അടഞ്ഞുകൊടുത്തു. അൽഹംദുലില്ലാ ഞങ്ങളെ മൈമനി അക്കാഡമി ഒരുപാട് വർഷങ്ങളായിട്ട് പെൻഡിങ് വേണായിട്ട് സുബഹി തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ മോന്തി തോലു വേറെ വേറെ വ്യത്യസ്ത ബാച്ചുകളായിട്ട് നടന്നുകൊണ്ടുണ്ട്. ഒരുപാട് ഗൃഹിണിമാർ, ഒരുപാട്
ഞങ്ങളെ പെണ്ണിങ്ങ അള്ളാഹുടെ ദീൻ മനസ്സിലാക്കിയ, ഞങ്ങളെ പെണ്ണുമക്ക അള്ളാഹുടെ ദീൻ മനസ്സിലാക്കിയ ഖുർആൻ നല്ല സുന്ദരമായിട്ട് അതിലെ തജ്വീദിലെ എല്ലാ അഹ്കാമുകളെ അഹ്കാമുകൾക്ക് വിധേയമായിട്ട് പരിശുദ്ധ ഖുർആൻ എങ്ങനെ ഓതാം, അതിനെ സമ്പൂർണമായിട്ട് ഒരു ഹാസിബത്തായിട്ട് ഒരു ഖാരിഅത്തായിട്ട് ഒരുപാട് പെണ്ണുങ്ങളെ വളർത്തിയെടുക്കൂ ഈ ഒരു ഓൺലൈൻ സ്ട്രീമിൽ കൂടി നമുക്ക് സാധ്യമായി ചെണ്ടത്. അത് വലിയൊരു സന്തോഷത്തെ ഭാഗമാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. ഇൽമ് അത് നേരത്തെ ചെന്ന പോലെ അത് അമ്പിയാക്കന്മാരെ സ്വത്തായിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു നാല് മാർക്കറ്റിക്ക് പോയിട്ട് ചെണ്ട് ആൾമാരെ വിളിച്ച് ചെണ്ട്, നിങ്ങന്റെ എല്ലാം ഇവിടെ ബാക്കിയേ നിങ്ങക്ക് കിട്ടിത്ത നിങ്ങക്ക് കിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനന്തര സ്വത്ത് കിട്ടിത്താണ്ട് ഒരു അത്ഭുതത്തോടു കൂടി പോയിട്ട് മാർക്കറ്റ് ആൾമാരട്ടു പോയാൽ അങ്ങനെ ചെന്നാൽ എവിടുണ്ട് അനന്തര സ്വത്ത്? നബിയുടെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് ചെണ്ടത് വലിയ വിഷയല്ലേ. ഞങ്ങളെ മാപ്പട സ്വത്ത് ഞങ്ങൾ ഇന്നൊരുത്തോ കൊടുക്കാൻ റെഡിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനന്തര സ്വത്ത് പിത്രാർജിത ആസ്തി, ആ ആസ്തി മദീനത്തെ പള്ളിയില് വിതരണാക്കിക്കൊണ്ടുള്ളാറുണ്ട്. ചെന്നപ്പ എല്ലാ മാർക്കറ്റിലെ നിവാസികൾ ഓടിയിട്ട് ഓടിയ അതേ സ്പീഡിൽ അങ്ങ് തിരിച്ചു വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടാറ്, അല്ല പള്ളിയിലല്ല കിസ്മത്താക്കിക്കൊണ്ടുള്ളാറ് ഡിവൈഡ് ആക്കിക്കൊണ്ടുള്ളാറുണ്ടല്ലോ ഇങ്ങനെ ചെന്നാറല്ലേ. പള്ളിയിൽ നോക്കുമ്പോ കൊറേ ആൾമാര് ദിക്ർ ചെന്നുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ഹറാം എന്തേ ഹലാൽ എന്തേ ഇതിന്റെ അഹ്കാമുകൾ എന്തേട്ട് പഠിച്ചുകൊണ്ടുള്ള ആൾമാരെ കണ്ടന്നെ. വേറെ അവിടെ ആരും കൊടുക്കണതെന്നും പിടിക്കണതെന്നും കണ്ടില്ലല്ലേട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നപ്പ ബഹുമാനപ്പെട്ട അതേ അള്ളാഹുടെ ദീൻ മനസ്സിലാക്കണേ. ഏത് ഹറാമാണ് റബ്ബു തആല ഏതെല്ലാം ഹലാലാക്കിട, എന്തെല്ലാം ഒരു സത്യവിശ്വാസിക്ക് എന്തെല്ലാം ആക്കുകുതീറ, എന്തെല്ലാം ഏത് രൂപത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കയും ഞങ്ങളെ കുടുംബത്തെ ഞങ്ങൾ മുന്നെടുത്തു പോകണം, ഇതെല്ലാം പഠിപ്പാട്ടത് ഈ ഇൽമാണ്. യഥാർത്ഥത്തിൽ മീറാത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീറാത്ത് കേട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു. ഒരാളെ അള്ളാഹു തആല ഒരാൾക്ക് നല്ലത് ഉദ്ദേശിച്ചിരാണ്ട് കണ്ടെങ്കിൽ എന്തൊരാക്കണമുണ്ട്, അതൊരു കുതൂഹലക്കാരി വിഷയമാണ്. ഇപ്പൊ അള്ളാഹു തആല നണ്ട ಬಗ್ಗೆ അള്ളാഹു തആല നല്ല ഉദ്ദേശിച്ചിരാണ്ട് കണ്ടെങ്കിൽ അള്ളാഹു തആല നണ്ട എന്തൊരാക്കുകയാണ് ഉദ്ദേശിക്കണേ. അതൊരു എല്ലാവരും കുതൂഹലത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. അള്ളാഹു തആല നണ്ട പടച്ചിര നണ്ട ഏത് റൂട്ടുകൾ അള്ളാഹു തആല അവന്റെ ഭാഗത്തിൽ ഒരു ഹൈറായ ഒരു റൂട്ടിക്ക് ആ ഹൈറായ റൂട്ടുകു അള്ളാഹു തആല നന്നെ സെലക്ട് ആക്കണുണ്ടായെങ്കിൽ നന്റെ ആശയാണ് നാളെ ആ റൂട്ടിൽ എത്തണം. അപ്പൊ ആ റൂട്ട് ഏത് അള്ളാഹുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായിട്ട് ചൊല്ലി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാളെ അള്ളാഹു തആല നല്ലാക്ക് ഉദ്ദേശിച്ചാണ്ട് കണ്ടെങ്കിൽ അവന് ദീനിൽ നല്ല നോളജ് അള്ളാഹു തആല കൊടുക്കടാണ്ട് ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ ചൊല്ലതായിട്ടെല്ലാം കാണും. തിരുസത്തെ സഹോദരിമാർ മനസ്സിലാക്കണത് ഞങ്ങൾ പഠിക്കും. ലൈസ ഷൈഉൻ അഅസ്സ മിനൽ ഇൽം. ബഹുമാനപ്പെട്ട അബുൽ മസ്ഊദ് റഹിമഹുല്ലാഹ് ചൊല്ലി, ഇസ്സത്ത് ഇൽമടക്കാണ്ടി അപ്പുറം വേറൊരു ഇസ്സത്തേ ഇല്ല. ഈ കാണ്ട രാജകീയ ആൾമാറും അല്ലെങ്കിൽ ഈ കാണ്ട ഭരണാധികാരിമാരും ഈ കാണ്ട എല്ലാ ആഡളിത വർഗവും എല്ലാം അങ്ക് ഒരു ചെറിയ ഒരു ടർമാണ് അങ്ക് കിട്ടുക. പക്ഷെ ആലിം അങ്ങനല്ല. ആലിമു എപ്പോഴും വിലയും സ്ഥാനമാനവും നിലയും നമുക്ക് കിട്ടിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടി തണ്ടതാണ്ട് കാണും. അൽ ഇൽമു ഖൈറുൻ മിനൽ മാൽ. എല്ലാ സ്വത്തക്കാട്ടി വലിയ സ്വത്ത് ഇൽമാണ്. അൽ ഇൽമു യുഹ്രിസുക. ഇൽമു നിന്റെ കാത്തോണ്ടു. വേറെ നിന്റെ കോട്ടിക്കെട്ടാൻ ആസ്തി ഉണ്ടെങ്കിൽ അതിനെ നീന് വറക്കും വിട്ടിട്ടു കുറെ ആൾമാർക്ക് സംബളവും പൈസവും കൊടുത്തിട്ടു അതിനെ കാക്കുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ നീ ഉണ്ടാക്കുന്നു. പക്ഷെ ഇൽമു നിന്റെ കാത്തോണ്ടു കൊണ്ടു. മഹാനായ ഖുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ചൊല്ലതായിട്ട് കണ്ടു. തിരുസത്ത സഹോദരിമാർ മനസ്സിലാക്കുന്നു, ഇൽമു പഠിക്കുന്നത് വലിയ വിഷയമാണ്. മുതുലക്കായ ഒരാൾ വെറുതെക്കും സുന്നത്ത് നിസ്കരിക്കണം എന്നെങ്കിൽ ആ സുന്നത്ത് നിസ്കരിക്കുന്നതിനെക്കാട്ടി യാറെ മഹത്വ ഇൽമു പഠിക്കുന്നതാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലതായിട്ട് കണ്ട്. അതുകൊണ്ട് ഇൽമു ഞങ്ങൾ പഠിക്കണു. ഇൽമുള്ള ആൾമാറാവണം. ഇൽമു ഇന്നെങ്കിലാണ് ഒരു മനുഷ്യക്ക് വില. ഇൽമില്ലെങ്കിൽ മനുഷ്യക്ക് വിലയിൽ. ഇൽമു പഠിക്കോ ചെമ്മ ആൾമാർ ചൊമ്മ ലിങ്കുകളിലൊക്കെ പത്ര സ്പെഷ്യലി പെണ്ണിങ്ങു പഠിക്കൂ വലിയൊരു ജിജ്ഞാസ വലിയൊരു ആവേശിക്കട്. നക്ക് അത് പഠിക്കണു, നക്ക് ഇത് പഠിക്കണു, നക്ക്
ഫിഖ് പഠിക്കണം, ഹദീസ് പഠിക്കണം, നക്ക് തഫ്സീറുകൾ പഠിക്കണം, നക്ക് പിന്നെ സൈക്കോളജി പഠിക്കണം, അല്ലെങ്കിൽ നക്ക് പേരന്റിങ് പഠിക്കണം, നക്ക് മാരേജ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എടുക്കണം, അല്ലെങ്കിൽ ഇന്നൊരു ട്രെയിനിങ് എടുക്കണം. ഇത് പഠിക്കണോ എന്റെ സോഷ്യൽ മീഡിയയില് നമുക്ക് എത്രയേ വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ ചമ്മത്താൾമാർ പഠിക്കുക ഒരു ലിങ്ക് പറ്റിയെങ്കിൽ ചിലപ്പോ ഫ്രീ ലിങ്ക് ആയും കേൾക്കണ്ട, അതിലിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേക്കിട് 30 മെസ്സേജ് വന്ന് 30 നാൾ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് പോലും കേട്ടിട്ടില്ല, ഒരു ക്ലാസ്സും കേൾക്കില്ല. ചില ആൾമാർ 313 786 പൈസ പേ ആക്കിയിട്ട് പോലും അതിനെ നെഗ്ലക്ട് ആയിട്ട് കണ്ട ഒരു പരിപാട്ട ഇന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു കോഴ്സുക്ക് സേറാം, അതിൽ കൃത്യമായിട്ട് ഞങ്ങൾ പഠിക്കുള്ള ഒരു മെഹനത്താക്കാം. ബഹുമാനപ്പെട്ട പിന്നെ ഫത്ഹുൽ ഖയ്യൂം ചെണ്ടതായ ഗ്രന്ഥത്തിൽ അൽ ആലിമുൽ അല്ലാമ അഷ്ശൈഖ് മുൻതഖബ് മുവഫഖ് റളിയല്ലാഹു അൻഹു ചെണ്ട ഒരു ഗരയാണത്. വലിയ അർത്ഥവത്തായ ഒരു ഗരയിട്ടിക്കിടത് മഹാൻ ഞങ്ങൾക്ക് വടിപ്പാട്ടി തന്നെ. എന്താണ് ബഹുമാനപ്പെട്ട ഒരു ചെണ്ട്? നീ പഠിക്കൂ ഇരിഞ്ഞിരാണ്ട് കണ്ടെങ്കിൽ നല്ല പൂർണ്ണമായ എഫർട്ട്, പൂർണ്ണമായ ഒരു പിന്നെ അതുക്ക് വേണമായിട്ടുള്ള തയ്യാറെടുപ്പ്, അതുക്ക് വേണമായിട്ടുള്ള ശക്തി മീറിയ പ്രയത്നങ്ങൾ നീ ആക്കണം. എന്തേ മത്തുലബ് ചെണ്ട കിതാബിൽ ചെന്നാറല്ല മഞ്ചത് ആറ് നല്ല ശക്തി മീറി പ്രയത്നാക്കണ ಅವನಿಗೂ ಅದರ ಫಲങ്ങൾ കിട്ടി, ಅದರ ಫಲങ്ങൾ, ಅದರ ടേസ്റ്റുകൾ, ಅದರ മാധുര്യങ്ങൾ അവനുക്ക് അനുഭവിക്കുക ഉണ്ടു മത്തുലബ് ചെണ്ട ഗ്രന്ഥത്തിൽ മഹാന്മാർ ചെല്ലതായിട്ട് കാണും. അങ്ങനെ നല്ല ഒരു എഫർട്ട് ഞങ്ങൾക്ക് വേണം. എസ്പെഷ്യലി ചെണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ വിഷയം പഠിക്കണം. ഖുർആൻ റിസൈറ്റേഷൻ, ഖുർആൻ ഓതുരെ അത് ഞങ്ങളെ അവിഭാജ്യ അംഗമാണ്. ഇപ്പൊ ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതിയ, ഞങ്ങൾ ഡെയിലി ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് അതിലെ തജ്വീദിലെ നിയമങ്ങൾ, അഹ്കാമുകൾ അത് ശരിയായില്ലാണ്ടെങ്കിൽ പിന്നെ എന്തില്ല, നിസ്കാരമേ ശരിയല്ല. ഞങ്ങൾ എത്രയേ യുവമക്കളെ ഇട്ടിട്ട്, എത്രയേ ഞങ്ങൾ കാർപ്പെട്ട് ഞങ്ങളെ നെത്തി വർഷിട്ട് ഞങ്ങളെ നെത്തിൽ കലമയായി പോയെങ്കിലും ഞങ്ങളെ നിസ്കാരം അത് വ്യർത്ഥിക്കാവും. എപ്പ ഫാത്തിഹ സമയമില്ലാണ്ടെങ്കിൽ ശ്രദ്ധുള്ള ജാഗര്, ശ്രദ്ധില്ലാണ്ട ഓതുരെ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഹർഫുകൾ, ഒരു കലിമത്തുകൾ ചേഞ്ചസ് ആക്കി ഓതുരെ, അതിലെ മഹാരിജുകൾ, അത് പ്രൊണൗൺസ് ആവുടങ്ങനത്തെ ഏരിയകൾ തപ്പിട്ട് എന്തെല്ലാം ഓതുരെ, അത് ഇണ്ട് ഹേരളമായ അവകാശങ്ങൾ നമുക്ക് പഠിക്കുകൊണ്ടു. പഠിക്കുകയില്ലാത്തവരുടെ വിഷയം വേറാണ്. പഠിക്കുക അവകാശങ്ങൾ ഉള്ള ആൾമാർ അതിനെ യൂസ് ആക്കിയിട്ട് പഠിക്കുള്ള വലിയ പ്രയത്നങ്ങളാക്കാം. അതൊക്കെ എഫർട്ട് ഇടാം, അതൊക്കെ സമയങ്ങൾ ഫിക്സ് ആക്കാം. ഞങ്ങ ഔത്ര ഗൃഹിണിമാരാണ്, ഞങ്ങക്ക് മക്ക ഉണ്ടു, ഞങ്ങക്ക് ചിലപ്പോ ഔത്തൂർ ഞങ്ങളെ കാക്ക, ഞങ്ങളെ മാമി, ഞങ്ങളെ പിന്നെ ഔത്തൂറുള്ള ആൾമാർക്ക് ചോറ് കറിയാക്കണു, ഞങ്ങക്ക് ചിലപ്പോ അക ക്ലീൻ ആക്കുകയിക്കട്, ഡ്രസ് വാഷ് ആക്കുകയിക്കട്, അല്ലാത്ത ഒരുപാട് ജവാബ്ദാരികൾ ഞങ്ങളെ തലമേലിക്കട്. ഞങ്ങളെ ഔത്ര യജമാന ഔത്ര ഭർത്തായിട്ട് പോകുമ്പോ, അയാളെ മഹീഷത്തുക്ക് പോകുമ്പോ അയാളെ ഡ്രസ് ഇസ്ത്രീ അയാളാക്കി കൊടുക്കണം, അയാളെ ബേക്കു വേടത്തുക്ക് സ്പന്ദനാക്കണം. ഇതെല്ലാം ഇക്കടെ ഇടല് ഞങ്ങൾ ഒരു ചെറിയ ഒരു സമയം, ഒരു അരഗണ്ടമ, ഒരു മുക്കാഗണ്ടമ അള്ളാഹുടെ ദീൻ പഠിക്കൂ, ദീൻ മനസ്സിലാക്കൂ, ഞങ്ങ വിനിയോഗ ആക്കിടാണ്ടെങ്കിൽ, ഞങ്ങൾ സ്പെൻഡ് ആക്കിടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെത്ര വലിയ ഭാഗ്യവന്തർ, ഞങ്ങളെത്ര വലിയ നസീബുകാർ ആരും ഇല്ല. ദിവസത്തെ മുഖ്യത്തിന് മനസ്സിലാക്കുന്നു. മഹാന്മാരായ സ്വാലിഹീങ്ങ എൽമു പഠിക്കുക വേണമായിട്ട് ഒരുപാട് അധ്വാനങ്ങൾ, കഷ്ടങ്ങൾ വന്നത് നീ നോക്കൂ. വലിയ എക്സാമ്പിളുകൾ ഞാൻ ചൊല്ലെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഏതൊരു ഹദീസ് കേട്ടെങ്കിൽ മെയ്യാവും അപ്പമേ അതിനെ ഹൃദ്യസ്ഥമാക്കടെ, അതിനെ കണ്ടപ്പാട്ടാക്കട മഹാനായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചാവുടെ അയാള് 3 ഓതിയാക്കിട്ടിന്ത്. ആ 3 ഓതില് ഒരു ഓതിരെ അയാള് നിസ്കാരത്തുക്ക് വേണമായിട്ട് മീസൽ വെച്ചോണ്ടിന്ത്, ഒരു ഓതിരെ അയാൾ വർക്ക് വേണമായിട്ട് മീസൽ വെച്ചോണ്ടിന്ത്. പിന്നൊരു ഓതി അൽ മുദാക്കറത്തു ബിൽ ഇൽം, ഇൽമു പഠിക്കുകൂ, ഇൽമു മനസ്സിലാക്കുകൂ, ഇൽമു നോക്കുകൂ, ഇൽമുടെ കേൾക്കുകൂ, ഇൽമുടെ ബൈഹാർട്ടാക്കുകൂ വേണമായിട്ട് ബഹുമാനപ്പെട്ട ലോക കണ്ടെ ഏറ്റവും വലിയ പിന്നെ ഹദീസുകളെ റിപ്പോർട്ടാക്കിയ വലിയ ഒരു റാവി, വലിയൊരു റിപ്പോർട്ടറായിട്ട് അറിയപ്പെട്ടങ്ങനത്തെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ട് മഹാന്റെ ചരിത്ര ചെന്നവിടെ കണ്ടു. ഇത്ര ത്യാഗങ്ങളെ ഇൽമുക്ക് വേണമായിട്ട് അങ്ങ് സഹിച്ചിറാക്കും. ഇങ്ങനെ നോക്കൂ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി ചെണ്ടത്ത് ഒരു മദ്ഹബുണ്ട്. ഹംബലി മദ്ഹബ് മക്ക നിവാസികളിലെ അധിക ആൾമാറും മക്കാരെല്ലാം ഹംബലി മദ്ഹബിയുടെ ആൾമാരാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിക്കുക വേണമായിട്ട് സുബ്ഹാനല്ലാഹ് 30,000 മൈലുകൾ
ബഹുമാനപ്പെട്ടവർ കാൽനടികയിലൂടെ കൂടെ കാലിൽ നടന്നിട്ട് യാത്രയാക്കിയിട്ട് ഹദീസുകളെ സംഗ്രഹാക്കിയിട്ട് ചെല്ലുമ്പോ വലിയൊരു അച്ചരിയാണ്, വലിയൊരു അത്ഭുതമാണ്. മാത്രമല്ല 10 ലാഖിൽ മേൽ ഹദീസുകൾ ബഹുമാനപ്പെട്ടവർ കണ്ടപാട്ടാക്കിയത്. നക്കിന്റെ ഒരു ചെറിയ വല്ലുഹ സൂറത്ത് കണ്ടപാട്ടാക്കൂ, വലിയ കഷ്ടമുണ്ട്. സബ്യഹിസ്മ അത് സൂറത്ത്, പിന്നെ വെള്ളിയാസറുണ്ട്, വെള്ളിയാസര ജാവുടെ നിസ്കാരത്തിലും അതേപോലെ വെള്ളിയാസര സുബഹിയുടെ നിസ്കാരത്തിലെല്ലാം വിശേഷമായിട്ട് സുന്നത്തുണ്ട്. അത് പെണ്ണിങ്കും സുന്നത്തുണ്ട്. അത് സബ്യഹിസ്മ ഓതകൂ, അല്ലെ സജിദ സൂറത്ത് ബൈഹർട്ടാക്കൂ, ഹല്ലത്താക്ക ഓതകൂ. നിനക്ക് ആയോണ്ടില്ല, നിനക്ക് സമയങ്ങളില്ല, പുരുഷത്തില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു നിങ്ങളെ നല്ലാക്കി തരുമാറാകട്ടെ. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി, ഇൽമു ഒരു റായത്തിൽ മിസ്രിൽ ഇൽമുണ്ട് കേട്ടപ്പ ഒരു ഹദീസ് ഒരാൾ പഠിപ്പാട്ടി തണ്ടേണ്ടി ചെന്നപ്പ സുബ്ഹാനല്ലാഹ് ഒരു തിങ്കൾ കട്ടല ബഹുമാനപ്പെട്ടവർ യാത്ര വയ്ത്തിട്ടാണ്, ബഹുമാനപ്പെട്ടവർ നടന്നോട്ട് വയ്ത്തിട്ടാണ്, നടന്നോട്ട് യാത്രയാക്കിത്തിട്ട് ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചൊല്ലതായിട്ട് കണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നാളെ ചൊല്ല ഉദ്ദേശിക്കില്ല, നാളെ ചൊമ്മ നീട്ടോ ഉദ്ദേശിക്കില്ല. ബഹുമാനപ്പെട്ട നാളെ വിസ്ഡം വേൾഡ് എല്ലാമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മദനി ഉസ്താദ് ഇതിലെ ഡയറക്ടറും ഇതിലെ ചെയർമാനും ഇതിലെ കോർഡിനേറ്ററും എല്ലാ വിഷയത്തിൽ ഇതിക്ക് പെൻഡിങ്ങും വിശേഷമായിട്ട് പെൻഡിങ്ങും ഞങ്ങളെ ചെറിയ മക്ക പൊടിമക്കങ്ങൾ അങ്ക് പ്രീ സ്കൂൾ വേണായിട്ട് നിരന്തരം എപ്പോഴും ഞങ്ങളെ ജീവന പൂർത്തി അയാളും അയാളെ ഔത്രൈമ മറിയം മിസ്രിയ ചെല്ലങ്ങനത്തെ ഞങ്ങളെ ട്യൂട്ടർ ഐമവും നിരന്തരമായിട്ട് അതുപോലെ അങ്ങോട്ടുള്ളങ്ങനത്തെ നല്ല ഒരു ടീച്ചേഴ്സ്മാരുടെ വിങ് എപ്പോഴും എല്ലാ നിലക്ക് ദീന്റെ വിഷയത്തിൽ അങ്ങനെ നിങ്ങളെ സപ്പോർട്ടാക്കുകയും സഹായിക്കുകയും നിങ്ങൾക്ക് എന്ത് ഗൊന്തില്ലെങ്കിലും പഠിപ്പാട്ടവും ഏത് അത് വേണമെങ്കിൽ സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് ചെങ്കാവുന്ന ഗ്രൂപ്പുകളായിട്ട് സെൽഫ് സ്റ്റഡി വേണമെങ്കിൽ സെൽഫ് സ്റ്റഡി എല്ലാം ആക്കുകയും എപ്പോഴും നിരന്തരമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് കേൾക്കണങ്ങനത്തെ അവകാശങ്ങൾ എല്ലാം പെൻഡിങ് നിയന്ത്രിക്കണങ്ങനത്തെ നല്ല ഒരു സിസ്റ്റം നിങ്ങളെ മുന്നോട്ട് വെച്ചിരാറ്. ഇപ്പൊ അൽഹംദുലില്ലാ മൈമനിയത്തെ ഒരു സെമിസ്റ്റർ കഴിഞ്ഞിട്ട് ഇനി 2ാമത്തെ സെമിസ്റ്ററിലാണ് താപ്പുകാല് വെച്ചോണ്ടുള്ളേ. ആ 2ാമത്തെ സെമിസ്റ്ററിൽ നിങ്ങൾ ജോയിൻ ആവുന്നു. നിങ്ങളെ ഉമ്മ എത്ര വയസ്സിന്റെയും തൊന്തരയില്ല. ആ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു പഠിക്കുമ്പോൾ 90ാമത്തെ വയസ്സിലാണ്. 90ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കുന്ന ചെന്നെങ്കിൽ ചില്ലറ വിഷയമാണ്. അപ്പൊ നിങ്ങളെ ഉമ്മ, നിങ്ങളെ അജിമ്മ, അതേപോലെ നിങ്ങളെ പെങ്ങള് അത് മദ്രസ പഠിക്കണങ്ങോ ഇക്കട്ട് തൊന്തരെന്തില്ല. അങ്ങ് ഒരു മദ്രസത്തെ ടൈമിൽ മദ്രസ പോണ്ടേ ഓൺലൈനിൽ എനിക്ക് ഒരു ക്ലാസ് കിട്ടുമ്പോ എനിക്ക് ഇൽമുമായിട്ട് ദീനുമായിട്ട് നല്ല ഒരു ബാന്ധവ്യ ഒരു ബന്ധ ഒരു കണക്ഷൻ എനിക്ക് കിട്ടുക. ആ രൂപത്തിൽ നിങ്ങളെ ഫ്രണ്ട് സർക്കിള് നിങ്ങളെ നിരക്കറിന്റെ പെണ്ണിങ്ങ നിങ്ങളെ രാജ്യത്തെ പെണ്ണിങ്ങ അങ്ങ് എല്ലാവർക്കും വിഷയങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്വർഗത്തിൽ എത്രങ്ങ സ്വർഗത്തിൽ ഞങ്ങൾ പരസ്പരം ഗുർത്തുപിടിക്കണായങ്ങ സ്വർഗത്തിൽ ഞങ്ങൾ പരസ്പരം അർത്ഥാക്കിയുണ്ടായങ്ങ ആ സ്വർഗത്തിൽ എത്തുമ്പോ ഒരു ഇൽമു പഠിക്കുക ഞങ്ങളെ കൊണ്ട് ഒരു ചെറിയ ലിങ്ക് ഷെയർ ആക്കിയിട്ട് ഒരു ചെറിയൊരു മെസ്സേജ് ഞങ്ങൾക്ക് കൈമാറിയിട്ട് ഞങ്ങൾക്ക് അങ്ങളെയും കൂടി ജോയിൻ ആക്കുക ആയിരുണ്ടായെങ്കിൽ അൽഹംദുലില്ലാ ഞങ്ങളും വലിയ ഭാഗ്യവന്തരാവുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഒരു വിഷയമാണ് പ്രത്യേകമായിട്ട് എടുത്തു ചെല്ല. ഈ മൈമനിയാവട്ടെ അല്ലെങ്കിൽ വിസ്ഡം വേൾഡ് ആവട്ടെ ഇതില് നയാ പൈസര ഉദ്ദേശം വെച്ചിട്ട് ആർക്കും ഈ ക്ലാസ് തുടങ്ങിയിട്ടില്ല. പൈസ ആക്കണുണ്ടായെങ്കിൽ ഇണ്ട് വേരിയസ് ആയ മാർഗങ്ങളുണ്ട്. ഞങ്ങളെ സിദ്ദീഖ് മദനി ഉസ്താദ് അയാള് ഇസ്ലാമിൽ ഗ്രാജുവേറ്റ് ആയതുപോലെ അയാള് പിന്നെ മെറ്റീരിയൽ എഡ്യൂക്കേഷനിൽ അയാൾ ഗ്രാജുവേറ്റ് എടുത്ത ആളെ ഇട്ടിക്കട്. അതേപോലെ അയാളെ ഔത്രൈമ മറിയം മിസ്രിയ ചെയ്യുമ അയിമവും നല്ല ഗ്രാജുവേറ്റ് എടുത്ത അങ്ങനത്തെ ആൾമാരാണ്. അങ്ക് പൈസ ആക്കണുണ്ടായെങ്കിൽ വേറെ അന്യമാർഗങ്ങൾ ധാരാളമായി ടിക്കട് സന്ദർഭത്തിൽ ചെറിയ ക്യാഷുകൾ അത് എന്തിക്കെടുക്കണേ ചെന്നെങ്കിൽ അത് ഞങ്ങൾ ഒരു അഡ്മിഷൻ ആയിര ഞങ്ങളെ മേലൊരു ജവാബ്ദാരി ഉണ്ട് പഠിക്കുക ചെന്നിട്ട് അത് കിട്ടുകയായിട്ടുള്ള ചെറിയ 300 രൂപ 313 രൂപ അല്ലെ 786 ഇങ്ങനെ ഒരു ചെറിയ പൈസകൾ വെച്ചത് അതൊരിക്കലും ഞങ്ങളെ സാലറി ഉണ്ടാ അല്ലെങ്കിൽ ഈ പഠിപ്പാറ്റതുക്കുള്ള ഫീസ് ഉണ്ടാ അതെന്തും അല്ലാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു ചാനലില് അഥവാ ഈ ഒരു സ്ട്രീമില് ഭാഗമായിട്ട് ഇത് പഠിക്കുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കണു. ഉമ്മമാർ ചെണ്ടങ്ങ നിങ്ങളെ മക്കളെ ഒരു കോപ്പി ആയിട്ടിട്ട് നിങ്ങളെ ഒരു കോപ്പി ആവിടാറ് നിങ്ങളെ പഠിയച്ചു ചൊല്ലാറ് കണ്ണെടുത്തില് അഥവാ നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളെ മക്ക പഠിക്കല്. ഉമ്മ നേരുകാർത്തിയ ഉമ്മ ഖുർആൻ ഓതുற ഉമ്മ ദിക്റുകൾ ചെണ്ട ഉമ്മ തഹജ്ജുദ് എണിക്കണ ഉമ്മ ദുഹാ മുടങ്ങാണ്ട് നിസ്കരിക്കണ ഉമ്മ പരിശുദ്ധ ഖുർആൻ അതിന് ഹക്ക് പോലെ പാരായണാക്കണ ഉമ്മാണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ പഠിയച്ചു നിങ്ങളെ കോപ്പി പോലെ നിങ്ങളെ മക്ക വെള്ളി വണ്ടാർ നിങ്ങളെ മക്ക അതേ നിലവാരത്ത് വണ്ടാർ
ചെല്ലാറുണ്ട്. അത് ധാരാളം ഹദീസുകൾ വെച്ചിട്ട് നല്ല വഴക്കങ്ങളാണ് നാം ചൊല്ല ദീർഘാക്കുന്ന ഉദ്ദേശിക്കില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു സ്ട്രീമിൽ കൂടി നമുക്ക് ധാരാളം പഠിക്കുകയും മനസ്സിലാക്കുകയും അല്ലാഹു തആല തൗഫീഖും ഭാഗ്യവും അല്ലാഹു തരട്ടെ. ഇനിയും ഒരുപാട് നമുക്ക് പഠിച്ചിട്ട് ഒരു മുസ്ലിമിന്റെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന വഴക്ക വലിയൊരു അത്ഭുതമാണ്. രണ്ടാമത് കാര്യം പറയില്ല. സിദ്ദീഖ് ഉസ്താദ് ഞങ്ങൾ ക്ലാസ് അവസാനിപ്പിക്കുമോ? ഓക്കെ ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്നൽ സയ്യിദ് ബന്ദർ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് മുഅ്മിനിಗೆ ജണ്ടാളുമാർക്ക് വയറുനിറയില്ല. അതിൽ ഒരാളാർഗുന്തുണ്ട ദുനിയാവുടെ വ്യാമോഹ ആക്കണോന്നു, ദുനിയാവുടെ പീർസാക്കണോന്നു. ഇന്റെ നങ്ങ ഒരു പോൺ ಬಂಗಾರ എടുത്തെങ്കില് ആടെ നങ്ങ ആശയിക്കിടുന്നാല നാലൊരു ജണ്ട് പോൺ എടുക്കണു. ഇന്റൊരു നങ്ങ 3 ബെഡ്റൂം അകെടുത്തെങ്കില് ನಾನು ಅದರ ಮೇಲೆಪ್ಪ ಅದು 4ാമത്തെ ബെഡ്റൂം കെട്ടണം. ഇങ്ങനെ നിരന്തര അവർക്ക് വയറുനിറയില്ല, ദുനിയാവുടെ വ്യാമോഹ ആക്കണോന്നു. രണ്ടാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇൽമു പഠിക്കണോന്നായിട്ട് യഥാർത്ഥ ഹഖീഖത്ത് റിയലി ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥി എന്നെങ്കിൽ അവൻ ഒരിക്കലും വേറെ ഇത് പഠിച്ചെങ്കിൽ നെക്സ്റ്റ് ഇതൊന്ന് പഠിക്കണു, അത് പഠിക്കണു, ഇത് പഠിക്കണു. ഇങ്ങനെ അവസാന മരണത്തെ സകരാത്ര സമയത്തിൽ പോലും മസ്അല കേട്ടു പഠിച്ചതായ മഹാന്മാരായ വലിയ പിന്നെ അഗർഭ വിദ്വാംസന്മാർ കഞ്ഞുവീടാറ് അങ്ങനെല്ലാവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമുക്ക് നല്ല പഠിക്കുകയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെ നല്ല തരത്തിൽ മുതലെടുത്തു പോകും. റബ്ബു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മൈമനിയ അക്കാഡമി ചെണ്ട ഈ ഒരു അക്കാഡമിയുടെ എല്ലാ നിലക്കും പ്രചാരങ്ങളാക്കിയിട്ട് ഈ ഒരുപാട് പഠിപ്പുള്ള വനിതന്മാർക്ക് പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ ഓരോരോ മോട്ടിവേഷന്മാരായിട്ട് ഞങ്ങൾ എല്ലാവരും പരിവർത്തനാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞങ്ങളെ സിദ്ദീഖ് ഉസ്താദും അതേപോലെ ഇതിൽ ക്ലാസ് എടുക്കണം എല്ലാ ട്യൂട്ടേഴ്സുമാർക്ക് അല്ലാഹു ദീർഘായുഷ്യം ആഫിയത്ത് ആരോഗ്യം അല്ലാഹു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് ഞങ്ങളെ ഈ ഒരു ലിങ്ക് ജോയിൻ ആയിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ നല്ല ആത്മീയമായ ഒരു ദുആ നടക്കല്. അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും ഇത് കാരല്ല ഏതെല്ലാം രൂപത്തിൽ സഹകാരാക്കടാർ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലങ്ങളും ദീർഘായുഷ്യം ആഫിയത്ത് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ചെല്ലതായ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോടു കൂടി ഈ ഒരു രണ്ടാമത്തെ സെമിസ്റ്ററിനെ ഔദ്യോഗികമായിട്ട് ഇനോഗ്രേഷൻ ആക്കിയിട്ട് മാത്തുകു കടിവാണ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.